എസ്റ്റെല്ല ജനിക്കുമ്പോൾ തന്നെ പോളിയാസിസ് എന്ന അസുഖമുള്ളതുകൊണ്ട് മുടി പകുതി വെള്ളയും പകുതി കറുപ്പ് നിറവും ആകുന്നുണ്ട്. ഈ ഒരു കാരണത്താൽ ആളുകൾ അവളെ ഇഷ്ടപ്പെടാതെ ആവുന്നു. അവൾ സ്കൂളിൽ ചേരുമ്പോൾ ആകട്ടെ മുടിയുടെ ഈ നിറവ്യത്യാസം കാരണം എല്ലാവരും അവളെ കളിയാക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു അവൾക്ക് താല്പര്യം. ഒരിക്കൽ അമ്മ അവളെയും കൂട്ടി ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവളെ പുറത്ത് കാലെടുത്തിയ ശേഷം അമ്മ ഒരാളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. വലിയ വലിയ ആളുകളും പാർട്ടിയും ഫാഷൻ ഷോയും ഒക്കെ കാണുന്ന എസ്റ്റെല്ല ആകട്ടെ കാറിൽ നിന്ന് ഇറങ്ങി പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടുത്തെ ഡോഗ്സ് എസ്റ്റെല്ലയെ ഫോളോ ചെയ്യുന്നുണ്ട്. എസ്റ്റെല്ല പേടിച്ച ക്ലിഫിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ അടുത്തേക്ക് ഓടുന്നു. അപ്പോൾ ആകട്ടെ ആ നായകൾ അമ്മയുടെ നേർക്ക് ചാടി ക്ലിഫിൽ നിന്ന് അമ്മ വീണ് മരിക്കുന്നുണ്ട്. അങ്ങനെ എസ്റ്റെല്ല അനാഥയായി. താൻ കാരണമാണ് അമ്മ മരിച്ചതെന്നോർത്ത് അവൾക്ക് നല്ല കുറ്റബോധമുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്കായ എസ്റ്റെല്ല രണ്ട് കുട്ടികളെ പരിചയപ്പെടുന്നു, ജാസ്പറും ഹോറസും. അവർ മൂവരും ഒരുമിച്ച് പോക്കറ്റ് അടിക്കാനും മോഷ്ടിക്കാനും ഒക്കെ തുടങ്ങി. അവൾക്ക് ഫാഷൻ ഡിസൈനിങ് വളരെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ ഫാഷൻ സ്റ്റോറിൽ അവൾ ജോലിക്ക് കയറുന്നുണ്ട്. പിന്നീട് ലണ്ടനിൽ തന്നെ ഫേമസ് ഫാഷൻ ക്വീനായ ബെർണോസ് അവളെ ജോലിക്കെടുക്കുന്നു. ഈ ബെർണോസ് വളരെ സ്വാർത്ഥയായ ഒരു സ്ത്രീയാണ്. അവർ ആയിരിക്കണം എല്ലാത്തിനും മുന്നിൽ. അവരെ എതിർക്കാൻ ആരും ഉണ്ടാവരുതെന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. എന്നാൽ എസ്റ്റെല്ലയുടെ ഡിസൈനൊക്കെ അവർക്ക് ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എസ്റ്റെല്ലയുടെ അമ്മ എസ്റ്റെല്ലയ്ക്ക് കൊടുത്ത നെക്ലേസ് അന്ന് അമ്മ മരിച്ച ദിവസം നഷ്ടപ്പെട്ടിരുന്നു. ആ നെക്ലേസ് ബെർണോസിന്റെ കഴുത്തിൽ കിടക്കുന്നത് എസ്റ്റെല്ല കാണുന്നു. ആ നെക്ലേസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആകട്ടെ അത് അവിടെ ജോലിക്കുണ്ടായിരുന്ന ഒരു സ്ത്രീ മോഷ്ടിച്ചതാണെന്നൊക്കെ ബെർണോസ് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അന്വേഷിക്കുമ്പോഴാണ് ബെർണോസാണ് തന്റെ അമ്മയെ ക്ലിഫിൽ നിന്ന് താഴെയിട്ട് കൊന്നതെന്ന് എസ്റ്റെല്ലയ്ക്ക് മനസ്സിലാകുന്നത്. ആ സമയം ബെർണോസിനോട് റിവെഞ്ച് ചെയ്യാൻ എസ്റ്റെല്ല തീരുമാനിക്കുന്നു. അങ്ങനെ ബെർണോസ് നടത്തുന്ന എല്ലാ ഫാഷൻ ഷോയിലും ക്രൂവല്ല എന്ന ഐഡന്റിറ്റിയിൽ എസ്റ്റെല്ല പ്രത്യക്ഷപ്പെടുന്നു. ഷോക്കിംഗ് ഡ്രസ്സും മീഡിയ അറ്റൻഷനും ഒക്കെ ക്രൂവല്ലയ്ക്ക് പോകും. അങ്ങനെ ക്രൂവല്ലയെ കുറിച്ച് ലണ്ടൻ മുഴുവൻ സംസാരിച്ചു തുടങ്ങി. പിന്നീടാണ് ബെർണോസ് ആണ് എസ്റ്റെല്ലയുടെ യഥാർത്ഥ അമ്മ എന്ന് എസ്റ്റെല്ല അറിയുന്നത്. എസ്റ്റെല്ല ജനിച്ചപ്പോൾ തന്നെ അവളെ കൊന്നുകളയാനായി സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തതാണ്. എന്നാൽ അയാൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് കുട്ടിയെ നോക്കാനായി ആവശ്യപ്പെടുന്നു. സത്യങ്ങളൊക്കെ അറിയുന്ന ക്രൂവല്ല ബെർണോസിനെ ട്രാപ്പ് ചെയ്യാനായി തന്ത്രപൂർവ്വം ക്ലിഫിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ബെർണോസ് എസ്റ്റെല്ലയെ ക്ലിഫിൽ നിന്ന് തള്ളിയിടുന്നു. പാർട്ടിയിൽ ഉണ്ടായിരുന്നവരും പോലീസുകാരും ഒക്കെ ഇത് കാണുന്നുണ്ട്. അങ്ങനെ ബെർണോസിനെ അറസ്റ്റ് ചെയ്യുന്നു. ക്ലിഫിൽ നിന്ന് തള്ളിയിടുമെന്ന് എസ്റ്റെല്ലയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ രക്ഷപ്പെടുന്നു. പിന്നീട് അവൾ ബെർണോസിന്റെ എല്ലാം സ്വന്തമാക്കി. എസ്റ്റെല്ല പൂർണ്ണമായി അപ്രത്യക്ഷതയാകുന്നു. ക്രൂവല്ല ലണ്ടനിലെ പുതിയ ഫാഷൻ ക്വീൻ ആകുന്നു. ഇതൊരു വില്ലൻ ആവുന്ന കഥയല്ല, മറിച്ച് സ്വന്തം നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.